ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാവരും തന്നെ നമ്മുടെ വീടുകൾക്കുള്ളിൽ ചെടികൾ വളർത്തുന്നവരോ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണല്ലേ. അങ്ങനെ വീടുകൾക്കുള്ളിൽ ചെടികൾ വളർത്തുന്ന പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ചെടികൾ നശിച്ചു പോകുന്നു. അതിനുള്ളൊരു പ്രധാന കാരണം നാം നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാതിരിക്കുകയോ ആവശ്യത്തിലധികം വെള്ളമൊഴിച്ചു കൊടുക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ പുതിയ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്നൊരു ചെറിയ ഉപകരണത്തിൻ്റെ പേരാണ് മോയ്സ്ചർ മീറ്റർ. ഈ മോയ്സ്ചർ മീറ്റർ പറഞ്ഞാൽ നമുക്ക് ആമസോണിൽ നിന്നോ അതുപോലെയുള്ള മറ്റു ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നോ നമ്മുടെ ഗാർഡൻ ഷോപ്പുകളിൽ നിന്നോ ഒക്കെ വാങ്ങുവാൻ സാധിക്കും. ഈ ഒരു മോയ്സ്ചർ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളുടെ ചട്ടികൾക്കുള്ളിലെ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി മെഷർ ചെയ്യുവാനും അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചെടികൾ നല്ലപോലെ പരിചരിക്കുവാൻ സാധിക്കും. ഈ മോയ്സ്ചർ മീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മോയ്സ്ചർ മീറ്ററിൽ പറയുന്ന പോലെ 3 റീഡിങ്ങുകളാണുള്ളത്. ഒന്ന് ഡ്രൈ, മോയ്സ്റ്റ്, വെറ്റ്. അതുപോലെ ഇതിൻ്റെ ഈ കോപ്പർ ടിപ്പും ഉണ്ട്. ഈ കോപ്പർ ടിപ്പ് നമ്മൾ ചെടിയുടെ ചട്ടിലേക്ക് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്കിവിടെ കാണിക്കും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈ എന്ന് കാണിക്കും, ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണുള്ളതെങ്കിൽ മോയ്സ്റ്റ് എന്ന് കാണിക്കും, കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ വെറ്റ് എന്ന് കാണിക്കും. ഇനി നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് ഇറക്കിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാം ഈ മോയ്സ്ചർ മീറ്ററിൻ്റെ കോപ്പർ ട്യൂബ് ഈ ചെടിച്ചട്ടിയിലേക്ക് ഇറക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന റീഡിങ് കണ്ടോ, കറക്റ്റായിട്ട് വെള്ളമുണ്ട്. അതുകൊണ്ട് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചട്ടിയിലും കറക്റ്റായിട്ട് തന്നെ വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചട്ടിയുടെ നോക്കിക്കണ്ടാൽ നമുക്കറിയാം ഇത് വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡ്രൈ എന്ന് കാണുന്നത്. ഇതുണ്ട്, ഈ ചട്ടിയിൽ വെറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് വെള്ളം ഇതിൽ കൂടുതലാണുള്ളത്. നമുക്ക് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നോക്കാം. ഞാനിവിടെ കാണിച്ചു തരുന്നൊരു പുതിയൊരു മെത്തേഡാണ്. പുതിയ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ ഞാൻ ഈ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെടിച്ചട്ടികളുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ മുകൾവശം എപ്പോഴും വെറ്റായിട്ടിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് കീടങ്ങളും മറ്റു പ്രാണികളും എല്ലാം വന്ന് മുട്ടയിട്ട് പെരുകുന്നത്. പ്രത്യേകിച്ച് ഫംഗസ് ലാൻഡ്സ് പോലെയുള്ള ജീവികൾ ഇങ്ങനെ ചെടിച്ചട്ടിയുടെ ചൂടുവശം നനച്ചു കൊടുക്കുന്ന വഴി ചട്ടിയുടെ മുകൾവശത്തുള്ള മണ്ണ് എപ്പോഴും ഡ്രൈ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാണികളൊന്നും ഉണ്ടാവുകയില്ല. ഈ ഫംഗസ് ലാൻഡ്സ് പോലെയുള്ള പ്രാണികളുടെ ശല്യം ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എൻ്റെ കയ്യിലുള്ള 20-ലധികം ഇൻഡോർ പ്ലാന്റ്സുകളെ പറ്റിയുള്ള ഒരു വീഡിയോ. ആ ചെടികൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ പ്ലാന്റ്സിനെ പറ്റി ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ചെടിച്ചട്ടികൾ ഇറങ്ങാൻ വലിപ്പമുള്ള ഒരു പരന്ന ഒരു ബേസിനിലേക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടി ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു. ഒരു പകുതിയോളം മൂടുന്ന പോലെ വെച്ചാൽ മതി. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ചെടിച്ചട്ടി എടുത്ത് കുറച്ച് നേരം ചെരിച്ച് പിടിച്ച് അതിന് അധികമുള്ള വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ചട്ടി തിരിച്ചെടുത്ത് വെക്കാം. ഇങ്ങനെ നനയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാവും. നമ്മൾ അധികമൊന്നും വെള്ളം വേസ്റ്റ് ആക്കുന്ന പോലുമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്നത് കാണാം. ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ചെടിച്ചട്ടിയുടെ മണ്ണ് അടിവശത്തു നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10-15 മിനിറ്റ് നമ്മൾ ആ ചെടിച്ചട്ടി താഴെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റി ചെടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കാം. വളരെ എളുപ്പമാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പ്രാണികളൊന്നും ഉണ്ടാവില്ല. ചെടിച്ചട്ടികളെല്ലാം എപ്പോഴും ഡ്രൈ ആയിരിക്കും. നമുക്ക് നമ്മുടെ ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു മോയ്സ്ചർ മീറ്ററും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതിയും ഈ ചെറിയൊരു വീഡിയോയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതട്ടെ. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.